അയ്യോ മോനെ, നിനക്ക് എന്താടാ മോനെ പറ്റിയത്? നീ എന്താടാ ഒന്നും പറയാത്തെ? കണ്ണനെവിടെ? ഞാൻ നടന്നു തുടങ്ങിയപ്പോ ഇവൻ വീൽ ചെയറിലായി. എന്താ എന്റെ ഉണ്ണിയേട്ടന് സംഭവിച്ചത്? മോനെ, ഒരേ സമയം സന്തോഷവും ദുഃഖവും ആണല്ലോ. നീ എപ്പോഴാ മോനെ നടന്നു തുടങ്ങിയ? നടന്നു തുടങ്ങിയിട്ട് കുറെ ആയമ്മേ. അതിന്നലെ രാത്രി ഇവന് മനസ്സിലായി. പിന്നെ ഇനി അഭിനയം വേണ്ടാന്ന് തോന്നി. ഉണ്ണിയേട്ടന് എന്താ പറ്റിയത്? ഇവന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി ഞാനല്ല, മാർക്കോയാ. അവനങ്ങനെ ചെയ്യാനും കാര്യമുണ്ട്. ഇന്നലെ രാത്രി AC-ക്കകത്ത് വിഷവാതകം കടത്തിവിട്ടത് വേറെ ആരുമല്ല, അമ്മയുടെ മോൻ തന്നെയാ. അതിന് ഇവൻ ഇവിടെ ആൾക്കാരെ വരുത്തിയിരുന്നു. എല്ലാത്തിനും ഇവളും സാക്ഷിയായിരുന്നു. ആണോടി? ഇന്നലെ AC-ക്കകത്ത് വിഷവാതകം നിറച്ചത് ഇവന്റെ നിർദ്ദേശപ്രകാരം ഇവിടേക്ക് വന്ന 2 ക്രിമിനൽസാ. തീർന്നില്ല. അമ്മയെ ഒഴിവാക്കിയിട്ട് ഇവൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്റെ ജീവൻ രക്ഷിക്കാനല്ല, ജീവൻ എടുക്കാനാ. ആ സമയത്ത് അവൻ കാർ കേടാക്കി. അതിനകത്തിരുന്ന് ഞാൻ മരിക്കുമെന്ന് തോന്നി. വളരെ പണിപെട്ട കാറിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയത്. അപ്പോഴാണ് ഞാൻ നടക്കുന്ന കാര്യം ഇവന് മനസ്സിലായത്. അതോടെ ഇവന്റെ സമനില തെറ്റി. എന്നെ റോഡിലിട്ട് തീർക്കാൻ നോക്കി. ഇപ്പഴും നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാണോ? ആ സമയത്താ ദൈവദൂതനെ പോലെ മാർക്കോയും ലോപ്പസും വന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ ജീവനോട് തിരിച്ചു വരാൻ പറ്റി. എന്നെ ലോപ്പസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവനെ മാർക്കോ അവന്റെ വീട്ടിലേക്കും കൊണ്ടുപോയി. പിന്നെ ഇവനെ ഈ പരുവത്തിലാണ് ഞാൻ കാണുന്നത്. ഒരു കാലിനാ പരിക്ക്. ഇനി 2 കാലും കൈയും മാർക്കോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ, എനിക്കൊരു ദുഃഖവും ഇല്ല. ഇനിയെങ്കിലും ഇവനൊരു മനുഷ്യനാവാൻ ശ്രമിക്കട്ടെ.